ജനാധിപത്യത്തിൽ കൂടുതൽ വോട്ട് കിട്ടുന്നവർ ഭരണ മേധാവികളായി എത്തുകയാണ്. സാമുദായിക പരിഗണനകൾ പലപ്പോഴും കേരള ജനാധിപത്യത്തെ ദുഷ്കരമായി ബാധിക്കാറുണ്ട്. കൂടുതൽ വോട്ടുള്ള സമുദായങ്ങൾ പ്രചരിപ്പിക്കുന്ന പ്രചാരവേലയിൽ അത്തരം പ്രചാരവേലയിൽ പെട്ടുപോകാതിരിക്കാൻ കുറഞ്ഞ അംഗങ്ങളുള്ള സമുദായങ്ങൾ വളരെ ജാഗ്രത പുലർത്തേണ്ടത് സമൂഹത്തിലെ ജനാധിപത്യം നിൽക്കുന്ന സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണ്. ഇന്ന് നമ്മൾ ആ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. സമുദായ പരിഗണനകൾ നോക്കി വ്യക്തിപൂജയും കേരള സമൂഹവും എന്നാണ് വിഷയം. കേരളം മനസ്സുകൊണ്ട് നീറുകയാണ്. കേരളത്തിലെ യുവതയ്ക്ക് ഈ നാണമില്ലാത്തവർ പറഞ്ഞു പരത്തുന്ന ന്യായീകരണങ്ങൾക്ക് ചെവി കൊടുക്കുവാൻ സമയമില്ലാതായിരിക്കുന്നു. ചെയ്തു കൂട്ടുന്ന നെറിവുകേടുകളെ ന്യായീകരിക്കുന്നത് എല്ലാം കേട്ട് വീർപ്പടക്കി നിസ്സഹായരായി കേരള യുവതയുടെ മനസ്സ് നീറുകയാണ്. അവർ കേരളം വിടുകയാണ്. സർവകലാശാലകൾ പിടിച്ചടക്കാൻ ചെയ്തു കൂട്ടുന്ന നിയമ ഭേദഗതികളും ലോകായുക്ത പോലുള്ള ആധുനിക സമൂഹത്തിൻ്റെ അഴിമതികൾക്കെതിരെയുള്ള സംവിധാനങ്ങളെ നിർവീര്യമാക്കാൻ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിയും ഇതെല്ലാം കണ്ട് കേരളം നെടുവീർപ്പിടുകയാണ്. സ്വകാര്യ സർവകലാശാലകളും സെൽഫ് ഫിനാൻസിങ് സ്ഥാപനങ്ങളും കൂടുതൽ ആകർഷകമായി മാറുമ്പോൾ ഇതിനെതിരെ സമരം ചെയ്ത രക്തസാക്ഷികളെ കണ്ട് കേരളം നെടുവീർപ്പിടുകയാണ്. പഴയകാല സ്കൂൾ സമര കോലാഹലങ്ങളുടെ സ്ഥാനത്ത് കഞ്ചാവും MDMAയുമൊക്കെയായി സ്കൂൾ തല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ ആഘോഷമാക്കുമ്പോൾ കേരളം അടുത്ത തലമുറയുടെ ഭാവിയെ ഓർത്ത് വിലപിക്കുകയാണ്. കുട്ടികളുടെ ആത്മഹത്യ തോത് ഒരു വർഷത്തിൽ 300-ലധികം കവിയുന്നു എന്നതോർത്ത് കേരളം കണ്ണീർ പൊഴിക്കുകയാണ്. വ്യവസായ സംരംഭങ്ങളും ചെറുകിട സ്ഥാപനങ്ങളും ഒക്കെ ആരംഭിക്കുമ്പോൾ അവയെ കെട്ടുകെട്ടിക്കാൻ ശ്രമം നടത്തുന്ന രാഷ്ട്രീയ കോമാളികളെ കണ്ട് കേരളം നീറുകയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ കോമാളികളായ സൈക്കോകളുടെ പ്രവൃത്തികൾ കണ്ട് കേരളം നെടുവീർപ്പിടുകയാണ്. രാഷ്ട്രീയ തിമിരം ബാധിച്ച ക്യാമ്പസുകൾ റാഗിംഗ് എന്ന ഓമനപ്പേരിട്ട് എതിരാളികളെ ഇല്ലായ്മ ചെയ്യുന്നത് കൊണ്ട് കേരളം നീറുകയാണ്. സംസ്ഥാനത്തിൻ്റെ കാലിയായ ഖജനാവ് കണ്ട് കേരളം എരിപിരികൊള്ളുകയാണ്. കേരളം ഭാരതത്തിന് പുറത്താണ് എന്ന് തോന്നിപ്പിക്കുമാറ് ഫെഡറൽ സംവിധാനത്തെ ചോദ്യം ചെയ്ത് കിഫ്ബി എന്ന പേരിട്ട് വാരിക്കൂട്ടിയ സാമ്പത്തിക ബാധ്യതകളെ ന്യായീകരിക്കുന്ന ഭരണാധികാരികളെ ഓർത്ത് കേരളം കണ്ണീർ പൊഴിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള ആശാ വർക്കർമാർക്ക് ഗ്രാറ്റുവിറ്റിയും അധിക ഓണറേറിയവും പ്രഖ്യാപിക്കുമ്പോൾ കേരളം ആരോഗ്യ സംവിധാനങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നോർത്ത് കണ്ണീർ പൊഴിക്കുകയാണ്. സാമുദായിക പരിഗണനകൾ നോക്കി വ്യക്തിപൂജ ചെയ്ത് അവരെ സമൂഹമധ്യത്തിൽ വലിയ കഴിവുള്ള വ്യക്തികളായി ചിത്രീകരിച്ച് കേരള സമൂഹത്തിനിടയിൽ അംഗീകാരം നേടിക്കൊടുക്കുക എന്ന വൈരുദ്ധ്യം നടപ്പിലാക്കാൻ കഴിഞ്ഞതാണ് ഇത്തരം നിർവികാരമായ കേരള ജനതയായി മാറേണ്ടി വന്നത്. വ്യക്തിത്വങ്ങൾ മാന്യന്മാരാണോ എന്ന് തിരിച്ചറിയാനുള്ള പഴയകാല അളവുകോൽ കേരളം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു.
21-ാം നൂറ്റാണ്ടാണെന്നും ഈ ആധുനിക സമൂഹത്തെ നയിക്കാൻ പറ്റിയ വ്യക്തിത്വങ്ങളെ തിരിച്ചറിയുന്നതിനുള്ള കേരള സമൂഹത്തിൻ്റെ പരാജയമാണ് ഇത്തരം ഒരു പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. കേരളമേ കേഴുക, പുതിയ ജീവിത സാഹചര്യം ഒരുക്കുവാൻ പറ്റുന്ന നേതൃത്വത്തെ ലഭിക്കുവാനുമായി കേരളമേ കേഴുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.